ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു രാജ്മ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എനിക്ക് രാവിലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ രാജ്മ തന്നെ ഒരു വൈറ്റ് കളറുള്ളതുണ്ട്, പിന്നെ ഈ പിങ്ക് കളറുള്ളത് വലുതും ചെറുതും ഉണ്ട് കേട്ടോ. വലുതിന് കുറച്ചും കൂടെ വില കൂടുതലാണ്, ഇതിപ്പോൾ ചെറുതാണ്. അപ്പോൾ ഇത് തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്, ഒരു അര ഗ്ലാസ് എടുത്തിട്ട്. കടലൊക്കെ ചെയ്യും പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേന്നായിട്ട് ഞാനിത് നല്ലോണമായിട്ട് കഴുകിയിട്ടത് കുക്കറിലിട്ട് ഇത് മാത്രം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടുന്ന് വേവുന്ന സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനുള്ള മസാലയൊക്കെ ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ജീരകം കുറച്ച് തോനിട്ട് കൊടുക്കുക. കടുക് കുറച്ച് മതി കേട്ടോ. കടുക് വേണമെന്ന് തന്നെ ഇല്ല, ജീരകം നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം കടുകൊക്കെ പൊട്ടുമ്പോൾ അത് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ഉള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു കളറൊക്കെ മാറുമല്ലോ, അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കണ്ട കേട്ടോ. ഇതിമ്പോൾ നാട്ടിലൊക്കെ ഇത് അങ്ങനെ ഉണ്ടാക്കുമോ എനിക്ക് അറിയില്ല കേട്ടോ. ഇതവിടെ ഉണ്ടാവും കടയിലൊക്കെ. കൂടുതലും ഈ കുമ്പളങ്ങ മത്തങ്ങേൻ്റെ ഒക്കെ കൂടെ അത് വേറെ പയറാട്ടോ. വൻപയർ എന്ന് പറയുന്നത് അത് വേറെയാണ് കേട്ടോ. ഇത് രാജ്മ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചീൻ്റെ ഒരു കുത്തൽ വരും, അതുകൊണ്ട് കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ കളറൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂണൊക്കെ മല്ലിപ്പൊടി, ഏകദേശം അറിയാമല്ലോ എത്ര വേണമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗരം മസാലയും കൂടി ഇടുക. ഗരം മസാല വേണം കേട്ടോ അതിന്, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ രാജ്മ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിർബന്ധമില്ല കേട്ടോ. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള തക്കാളി ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് ഒരു 2 തക്കാളിയോ 1 തക്കാളി ഞാനിപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചിടുക. എന്നിട്ട് ഇത് ആയതിനു ശേഷം ആ തക്കാളീൻ്റെ ആ രസമല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തക്കാളീൻ്റെ ആ പച്ചച്ചൊയൊക്കെ ഒന്ന് മാറുന്നത് വരെ കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചത് ഞാനിത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5-6 വിസിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വേവണം, ഇത് നല്ലോണം വേവുള്ളൊരു സാധനം. അപ്പോൾ നല്ല ആ കളറോട് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ലോണമായി വന്നിട്ടുണ്ട്. ഉള്ളിയോ ആ തക്കാളിയോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ആ മസാലയൊക്കെ പിടിച്ച്, അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് ഈ ഒരു ഇതിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ രാജ്മ ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടൊക്കെ കൂടെ കേട്ടോ. കണ്ടോ ആ കളറ് നല്ല പിങ്ക് കളറിൽ. അങ്ങനെ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയും കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഇതുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതൊന്നും നാട്ടിൽ നിന്ന് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഇങ്ങനെ കടകളിലൊക്കെ കാണും. പിന്നെ ഇവിടുത്തുകാരൊക്കെ അത് സ്ഥിരം ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ മസാലയൊക്കെ ഇതിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്യല്ലേ. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നല്ല രാജ്മ കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കല്ല, വലിയവർക്കും. ഇപ്പം നമുക്ക് ഈ മറ്റേ റൈസില്ലേ, അതായത് കുറുവ റൈസൊന്നും അല്ലാണ്ട് നല്ല വൈറ്റ് റൈസ് ഇല്ല, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്.
ഇനി ഇതിലേക്ക് അവസാനമായിട്ടുണ്ട് ഒരു സാധനം കൂടിയുണ്ട്, കൊത്തമ്പീറാണ്. കൊത്തമ്പീർ ഞാൻ ഇതാ കുറേ ഇടുന്നുണ്ട് കേട്ടോ. എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിതാ കൊത്തമ്പീറും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടുതൽ അതിൻ്റെ ഒരു പച്ചച്ചോയെ അതും കൂടെ നിന്നോട്ടെ, എന്നാലാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ടേസ്റ്റ് വരും. അങ്ങനെ ഇതാ നല്ല രാജ്മ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ ടിഫിന് കൊടുത്തയക്കുക, ചപ്പാത്തി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ ഇനി ചോറായാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.